പാറപ്പണി ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് ജീവിക്കണം ഇവിടെ. ആ കല്ലുമലയിൽ ജീവിക്കണം. അത് തന്നെ പാറയമ്പലമല്ല പൊട്ടിക്കുന്നേ. ആ പാറയുടെ 4 കിട്ടുള്ളത് പൊട്ടിക്കുമ്പോ ഈ വീടിന് നാശം ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ലയോ? ആ വീടിന് നാശം ഉണ്ടാവുമോ? നമ്മള് പാറയല്ല നോക്കേണ്ടിയുള്ളത്, അമ്പലമല്ല നോക്കുന്നത്, നമ്മളെ ഭവനങ്ങളെ നമ്മള് നോക്കേണ്ടത്. ആ കൂടിയതിനും അറിയാല്ലേ. എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തതിന്റെ ഒരു ഇതല്ല, ഒരു മനുഷ്യന്റെ ജീവന്റെ കണികൾ പാറി നടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ തിരിച്ചറിവുണ്ടാകുക, അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളും സമരങ്ങളും നമ്മൾ നിൽക്കണം. നമുക്കത് സമാധാനപരമായ സമരങ്ങളാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കല്ലുമല കുഴിയം പരിസ്ഥിതി സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷ നമ്മുടെ വാർഡ് മെമ്പർ റീജയാണ്. റീജയെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കല്ലുമല കുഴിയം കോറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഒരു കമ്മിറ്റി കൂടി ചർച്ച ചെയ്യുകയുണ്ടായി. എന്നാലും അതിനെതിരെ നമുക്ക് ഒരു നിയമ നടപടികളും നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാത്തത് കൊണ്ടാണ് അവർ തുടർന്നും ഇതുമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അടിയന്തരമായി ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ വളരെ വിശദമായി ഈ 1 വർഷ സമയത്തിന് മുമ്പ് ഇതുപോലൊരു യോഗം കൂടി. അന്ന് ഇവിടെ ഈ ഖനനം തുടങ്ങുന്നതിന് വേണ്ടി ഈ മാഫിയ സംഘം, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാം. കാരണം ഇത്രയും ജനങ്ങൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ കടന്നു കയറി അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സ്വത്തുവകൾ കവർന്നെടുക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. തുച്ഛമായ എന്തെങ്കിലും അവരുടെ കഷ്ടപ്പാടുകൾക്ക് കണ്ടിട്ട് അവരുടെ ആ ഒരു സാഹചര്യം നോക്കിയിട്ട് തുച്ഛമായ എമൗണ്ടുകൾ കൊടുത്ത് അവരുടെ വസ്തുക്കൾ ഈടാക്കിയെടുക്കുകയും ആ വസ്തുവിൽ പിന്നീട് ഖനനത്തിന് വേണ്ടിയുള്ള നടപടികളും പേപ്പർ വർക്കുകളും ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു ഖനന മേഖലയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ വരും അതിനെ തടസ്സപ്പെടുത്താൻ എന്നൊക്കെയാണ് അധികാര കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ അതിനെ തടസ്സപ്പെടുത്താൻ വരുന്നതല്ല, പരിസ്ഥിതി സൗഹാർദ്ദപരമായ വികസനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് ആവശ്യമായി വരുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത വികസനങ്ങളിലൂടെ വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ചരിത്രങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രദേശം കേന്ദ്രീകരിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മാഫിയ ഇപ്പോൾ കണ്ണമ്പാറ കേന്ദ്രീകരിച്ച് കുറേ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു 100 ഏക്കറോളം ഇതിനകം വിലയ്ക്ക് വാങ്ങി കഴിയും. ഒരു അന്ന എസ്റ്റേറ്റ് സാഹിബിന് തോട്ടം എന്നറിയപ്പെടുന്ന ഒരു എസ്റ്റേറ്റിൽ കോറിയുടെ ലൈസൻസിന് വേണ്ടി ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഈ കോറി മാഫിയയ്ക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അവർ പറയുന്ന പോയിന്റ് ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പാറ വേണമെന്നുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതി അദാനിയുടേതാണ്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളതാണ്, അതിന് എസ്റ്റിമേറ്റ് ഫണ്ടൊക്കെ ഉള്ളതാണ്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ജനവാസമില്ലാത്ത വിവിധ മേഖലകളിൽ യഥേഷ്ടം പാറകളുണ്ട്, അവർ കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കോറി മാഫിയ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൈസ മുടക്കുന്നവര് വേറെ ആളാന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ കച്ചവടം കൃഷി നടത്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ വസ്തു മേടിച്ചത് കൈതച്ചക്ക നടാൻ വേണ്ടിയാ വസ്തു മേടിച്ചത്. പാറക്കോറിക്കാര് പിന്നെ മേടിച്ചത് നമ്മൾ അവര് മേടിച്ചത് ഇങ്ങനെ ഞങ്ങൾ കൈതച്ചക്ക നമ്മളറിയണോ? ഞങ്ങൾ കൈതച്ചക്ക നടാൻ ഞങ്ങൾ വാങ്ങിച്ചു അങ്ങനെ പറയുന്നത്. അതല്ല, ഫുഡിന് വസ്തു വാങ്ങിച്ചു 5 രൂപയുള്ള ഒരാളാ മേടിച്ചത് കടക്കിലുള്ളത് 5 രൂപ എന്ന് പറഞ്ഞു. ഇന്നലെ മെനഞ്ഞാൻ തന്നെ ഇവിടെ അളക്കാൻ വന്നപ്പോൾ നമ്മളറിയാം. അങ്ങോട്ട് കൊണ്ടുപോയി അവരുടെ എല്ലാം നോക്കി എല്ലാവരുടെ പേരെ നോക്കിയേ. പഴമയും പാരമ്പര്യവും അനുസരിച്ച് ഇവിടെ വളരെ വിശ്വസ്തതയോട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ആ ദേവാലയത്തിന് ഈ കോറിയുടെ നടത്തിപ്പൊന്നും വന്നാൽ ഞങ്ങൾക്ക് അത് ദുഃഖകരമായി മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഒരു കോറി നടത്തുന്നതിനുള്ള അവസരം ഉണ്ടാകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അത് ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെയും ഇവിടുത്തെ താമസത്തിൽ
അപ്പം തുടർന്ന് നമുക്ക് ഈ യോഗം കൂടി തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ എന്തൊക്കെയാണ് കൂട്ടായി തന്നെ നമുക്ക് ആലോചിച്ച് പോകും. കാരണം എല്ലാവരും ഇതിനകത്ത് ഭാരവാഹികൾ അങ്ങനെ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ അതൊക്കെ പേരിന് പറഞ്ഞു എല്ലാവരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അത് എന്ത് പറഞ്ഞ ആറാവിലേക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു സമര പരിപാടികൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് പിരിയാം ഇന്നത്തേക്ക്. അപ്പൊ ആദ്യം ആ സമര പരിപാടികളെ കുറിച്ച് ഒന്ന് നടത്തുന്നതിന് വേണ്ടി അല്ല, ഇപ്പം നമ്മുടെ അവിടെ നടന്ന ഒരു സമര പരിപാടിയുടെ രൂപം നാളെ ഇപ്പം നടക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ ഏകദിനം നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ പഞ്ചായത്ത് ഓഫീസുമാർക്ക് നടന്നിരുന്നു. കൂടാതെ അവിടെ ഈ നാളെ ഉപവാസമാണ്. നാളെ എൻ്റെ വാർഡ് മെമ്പർ അധ്യക്ഷൻ പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് മുൻ വാർഡ് മെമ്പർ നമ്മുടെ എം റാബി, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ നമ്മുടെ കല്ലുമല നിവാസികളും ഓരോ കുഴിയം ആ പ്രദേശത്ത് താമസിക്കുന്നവർ. അപ്പോൾ ഇത് നമ്മൾ 3-4 പേര് കൂടി തീരുമാനം പറഞ്ഞ് നമ്മളിതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഒരു കമ്മിറ്റി നമ്മൾ താഴെ വെച്ച് കൂടുകയുണ്ടായി. ആ കൂടിയുമ്പോൾ അന്ന് ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അന്ന് നമ്മളൊരു കമ്മിറ്റിയെ കൂടി ഒരു ആക്ഷൻ കൗൺസിൽ പോലെയാണ് നമ്മൾ തീരുമാനം എടുത്ത് കൂടി ഞങ്ങൾ കുറേ മെമ്പറാണ്ടൊക്കെ തയ്യാറാക്കി ഞങ്ങൾ പല മേഖലകളിൽ അയക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പട്ടികജാതി വികസന കമ്മീഷനിൽ കൊല്ലം അവിടെ ഒരു പേപ്പർ അയക്കുകയുണ്ടായി. ആ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ദിവസം കൊല്ലം കളക്ടറേറ്റിൽ ഞങ്ങൾ എൻ്റെ ഒരു കളക്ടറേറ്റിൽ സിറ്റിങ്ങിന് വിളിച്ചു. അപ്പം ഞാനും പിന്നെ മുൻ വാർഡ് മെമ്പറും അഡ്വക്കേറ്റും പിന്നെ ഞങ്ങൾ രാജീവ് ഞങ്ങൾ ഒത്തിരി ഒരു 8-10 പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളെ കേസ് വിളിച്ചു. ഞങ്ങളവിടെ കയറി ഞങ്ങളുടെ വിവരങ്ങളിൽ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു മാറ്റർ തയ്യാറാക്കി വെച്ചു. നിങ്ങളെയും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്.